ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിക്കാൻ, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ സതീശൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ UDF ഒരു തീരുമാനമെടുത്ത സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു അപാകതയാണ്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അൻവറിനെ പൂർണ്ണമായും ഇങ്ങനെ സ്ഥാനാർത്ഥി അപമാനിക്കുന്ന ഒരാളെ വേണ്ട എന്ന് പറയാൻ UDF-ന് ആർജവമില്ലാത്തത് എങ്ങനെ? അതായത് ഇങ്ങനെ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ അപമാനിച്ച ഇത് രാഷ്ട്രീയമാണ് കേട്ടോ. രാഷ്ട്രീയത്തിന്റെ അകത്ത് നമുക്ക് കിട്ടാവുന്നത് മാക്സിമം നമ്മൾ കയ്യിൽ ഒതുക്കുക എന്നതാണ് പോളിറ്റിക്സ്. ആ സ്ട്രാറ്റജിയെ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഭാഗത്തൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിസ്തർക്കമറ്റ കാര്യമാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് അവിടെ ജയിക്കും. ടൈറ്റ് ആവും, അത്രേ ഉള്ളൂ. ഇത്തിരി ടൈറ്റ് ആവും. സ്വരാജിനൊക്കെ എത്ര വോട്ടാണ് അവിടെ ഉള്ളത് സ്വരാജിന് തന്നെ അറിയാം. സ്വരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ പരമാവധി പരിശ്രമിച്ചതാണ്, ശുപാർശ ചെയ്യിച്ചതാണ്. അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു തോൽവി ഏറ്റുവാങ്ങണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ക്വസ്റ്റ്യൻ. പാവം അദ്ദേഹത്തെ മത്സരിപ്പിച്ചതാണ്. കമ്പൽസറി മത്സരം. സ്വരാജ് പാർട്ടി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തോട് നിർബന്ധമായും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അദ്ദേഹത്തിൽ സന്തോഷമില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളോടൊക്കെ പറയുന്നത്. ഈ PV അൻവറിന്റെ സാന്നിധ്യം നിലമ്പൂർ മണ്ഡലത്തിൽ അത്രയും നിർണായകമാണെന്ന് UDF കണക്കുകൂട്ടുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് PV അൻവറിനെ UDF-ന് ഒപ്പം എത്തിക്കാൻ ഇത്തരം ഉപാധികൾ മുന്നോട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് ഉപാധികൾ? അതായത് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രശ്നമില്ല എന്ന് PV അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ ആദ്യമുണ്ടായ ആശയക്കുഴപ്പം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത്തരം ഉപാധികൾ വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ എത്ര തവണ പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്? എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവർക്കും ഉണ്ടാകാം അവരവരുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നതിന് പിടിവാശി എന്നും പറയാം, അല്ലെങ്കിൽ വാശി എന്നും പറയാം. ഒരു സമവായത്തിലേക്കൊക്കെ പ്രതിപക്ഷ നേതാവ് കുറച്ചൊന്നും അയഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, അയഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം അയ്യുമ്പോൾ അൻവറും കൂടെ അയയണം. അല്ലാതെ ഒരാൾ അയഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല. രണ്ടുപേരും കൊണ്ട് അയഞ്ഞാലേ തീരുമാനമുള്ളൂ. അത് അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത്തിരി അയഞ്ഞ് മറ്റൊരു അൻവറുടെ വികാരത്തെ ഒന്ന് മയപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതെല്ലാം വിലങ്ങ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അൻവറുടെ പ്രതികരണമാണ്. അതിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇനി അൻവറിന്റെ വോട്ട് സ്പെസിഫിക് ആണ് ഈ പറഞ്ഞ വാക്ക്. അതായത് പ്രതിപക്ഷ നേതാവ് ഒന്ന് അയണമായിരുന്നു, അൻവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യണമായിരുന്നു. അൻവറും ഒന്ന് അയഞ്ഞ് നന്നായി UDF-ഓടൊപ്പം നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ സതീശൻ കടന്നു വന്നേനെ കൂടെ അദ്ദേഹത്തിന്റെ കൈപിടിക്കാൻ. സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം. ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിക്കാൻ, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ സതീശൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ UDF ഒരു തീരുമാനമെടുത്ത സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു അപാകതയാണ്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.